പരിപാടിയിൽ ആശംസയർപ്പിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് ബഹുമാനരായ KC അബു സംസാരിക്കുന്നു. സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ വേദിയിലില്ലെങ്കിലും സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ സയ്യിദ് അബ്ദുൽ സബൂർ ബാഹസൻ, AP മുഹമ്മദ് മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ ഹനീഫ് അൽ ഫൈസി തെന്നല, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മുഹമ്മദ് ഫൈസി, മറ്റു പണ്ഡിതന്മാരെ, സദസ്സിലുള്ള ബഹുമാന്യരായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1.5 വർഷം പൂർത്തിയാവുകയാണ്. മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ സ്നേഹവും വാത്സല്യവും നേരിട്ട് അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് ഈ വേദിയിലും സദസ്സിലുമുള്ള ഭൂരിപക്ഷം ആളുകളും. എനിക്കൊക്കെ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ ദൂരെ നിന്ന് കാണുവാനാണ്, അല്ലെങ്കിൽ അടുത്തിടപഴകുവാൻ വളരെയധികമൊന്നും അവസരം ലഭിച്ചിട്ടില്ല. മർക്കസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു മരിച്ചുപോയ PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാം തന്നെ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വലങ്കയ്യായി മർക്കസ് എന്ന മഹാപ്രസ്ഥാനം ഇവിടെ നട്ടുനനച്ച് വളർത്തി വലുതാക്കുന്നതിൽ ഒരു വലിയ പങ്ക് PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ വഹിച്ചിരുന്നു. അതുപോലെ സിറാജ് എന്ന പത്രം, നേരത്തെ ഉസ്താദ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു, അങ്ങനെ ഒരു പത്രം തുടങ്ങുന്നതിന്റെ ആലോചനാ യോഗത്തിൽ 5 or 6 ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ പാറന്നൂർ PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരും ഉണ്ടായിരുന്നു എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റ് ജോലിയൊന്നുമില്ലാത്ത ചില ആളുകൾ ചിലപ്പോൾ ഓരോ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരായി വരും. എന്നാൽ ജീവിക്കാൻ സർക്കാരിന്റെ ഒരു ജോലിയുണ്ടായിട്ട് സാമ്പത്തികമായ വലിയ സൗകര്യമുള്ള കുടുംബത്തിലൊന്നുമായിരുന്നില്ല PP. എന്നിട്ടും ആ സർക്കാരിന്റെ ജോലി വലിച്ചെറിഞ്ഞ് സമുദായത്തിന്റെ സേവനത്തിനു വേണ്ടി ധൈര്യപൂർവ്വം മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിച്ച പ്രവർത്തിച്ച വലിയ മനുഷ്യനായിരുന്നു PP-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അകവും പുറവും ഒരു നിറമായിരുന്നു. ഉള്ളിൽ ഉള്ളതൊരിക്കലും അദ്ദേഹത്തിന് മറച്ചു വെച്ചുകൊണ്ട് ആളുകളോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ സ്ഥാപനത്തിൽ മാത്രം, അല്ലെങ്കിൽ തന്റെ ശിഷ്യഗണങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ തന്റെ സംഘടനയിൽ അണിനിരക്കുന്ന ആളുകളുടെ മനസ്സിൽ മാത്രമായിരുന്നില്ല മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർക്ക് സ്ഥാനമുണ്ടായിരുന്നത്. തന്റെ സ്ഥാപനത്തിന് പുറത്ത്, തന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുറത്ത് പരിചയപ്പെട്ട, ഒരിക്കൽ ബന്ധപ്പെട്ട ആളുകളുടെ മനസ്സിലൊക്കെ ഒരു സ്ഥാനം നേടുവാൻ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർക്ക് സാധിക്കുകയുണ്ടായി. കാഴ്ചയിൽ വലിയ ഒരാകാരം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരു വലിയ പത്രാസിൽ അദ്ദേഹം ഒരിക്കലും നടന്നിരുന്നില്ല.
ഒരു പത്രാസിൽ നടക്കാത്ത, കാഴ്ചയിൽ വലിയ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർക്ക് സമുദായത്തിലും പരിചയപ്പെട്ടവരുടെയും ഒക്കെ മനസ്സിൽ ഇങ്ങനെ വലിയ ഒരു സ്ഥാനം നേടിയത് അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ റോഡിന്റെ ഓരത്ത്, നരിക്കുനിയുടെ റോഡിന്റെ ഓരത്ത് ബൈത്തുല്ലിസിയുടെ ഓഫീസ് എവിടെയാണ്? അതൊന്നും കണ്ടാൽ ഒരു വലിയ സ്ഥാപനമായി തോന്നില്ല. പക്ഷേ ബൈത്തുല്ലിസ എന്ന് പറയുന്ന 10-30 ഏക്കർ ഭൂമി, ഇപ്പൊ മടവൂരായാലും കോഴിക്കോട് സിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളാണ് ഇതൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിക്ക് നല്ല വിലയുള്ള സ്ഥലമാണ് അവിടെയൊക്കെ. അങ്ങനെയുള്ള ഒരു ഗ്രാമമാണെങ്കിലും അവിടെ 10-30 ഏക്കർ ഭൂമി ഈ സ്ഥാപനത്തിനു വേണ്ടി, നേരത്തെ ആരോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2-3 തലമുറക്ക് സമ്പാദിച്ചാലും നാം തൃപ്തരാവില്ല. എന്റെ കാര്യമാണെങ്കിലും ആരുടെ കാര്യമാണെങ്കിലും അതാണ്. എന്നാൽ സ്വന്തം മക്കൾക്കോ കുടുംബത്തിൽപ്പെട്ടോ ആർക്കുമായിരുന്നില്ല. ഈ സംഘടനയ്ക്ക് വേണ്ടി, സമുദായത്തിനു വേണ്ടി 10-30 ഏക്കർ ഭൂമി അദ്ദേഹം സമ്പാദിച്ചു. അവിടെ നല്ല ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാൽ ഉയർന്നു വന്നു. എല്ലാ ഷർത്തും ഫർളും ഒത്തിട്ടും ഈ സ്ഥാപനത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുവാൻ, യഥാസമയം അനുവദിക്കുവാൻ എന്തുകൊണ്ടോ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ടായി. അവസാനം കോടതിയിൽ ഒക്കെ പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ